അപ്പോൾ ഇന്ന് നമ്മൾ വീരാധീര സൂരൻ എന്ന് പറഞ്ഞ നമ്മുടെ ചിയാൻ വിക്രത്തിൻ്റെ ഏറ്റവും പുതിയ പടം, അത് SU അരുൺകുമാറാണ് എൻ്റെ ഡയറക്ടർ, അതായത് ചിത്തയുടെ ഡയറക്ടർ. പുള്ളിയുടെ അത് ചിത്ത കഴിഞ്ഞുള്ള സിനിമയാണ് വീരാധീര സൂരൻ. അപ്പോൾ അതിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ സുരാജുണ്ട് ഈ പടത്തിൽ. മലയാളം സുരാജുണ്ട്, FJ സൂര്യയുണ്ട്, പിന്നെ തുഷാര വിജയൻ. കാസ്റ്റ് ആക്ച്വലി കൊള്ളാം. ഇതിനു മുമ്പ് ഒരു 2 ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു ഫസ്റ്റ് ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ടീസറും അത് കഴിഞ്ഞിട്ട് വേറെ സെക്കൻഡ് ടീസർ. അത് ആക്ച്വലി ടീസർ തന്നെ മൂന്നാമത്തെ വരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടീസർ പടത്തിലെ സീനായിരുന്നു. ഫസ്റ്റ് അറിയില്ല, ആയിരിക്കണം എന്ന് തോന്നുന്നു. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമയുടെ പാർട്ട് 2 ആണ്. ആദ്യം പാർട്ട് 2 ആണ് ഇറക്കുന്നത്, പിന്നീട് പാർട്ട് 1 വരും. അങ്ങനെയാണ്. അതെന്താണ് എന്ന് എനിക്ക് മലയാളത്തിൽ ആ പരിപാടി ഒരു പ്രാവശ്യം പരീക്ഷിച്ചാണ്, അത് ശരിക്കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യം അറിയില്ല. പക്ഷേ എനിക്കിത് ഈ കാസ്റ്റ് ആൻഡ് ക്രൂവിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട്. എസ്പെഷ്യലി SU അരുൺകുമാർ വളരെ ചിത്തയ്ക്ക് ശേഷം. നമുക്ക് അതിൻ്റെ ടീസർ ഒന്ന് കണ്ടുനോക്കാം. ടീസർ കമൻറ്റി കിടക്കുന്നത് ഇന്ദപ്പടമാവത് വിക്രമണ്ണാവക്ക് നല്ല കളക്ഷൻ பண்ணணும். എല്ലാവരുടെയും ആഗ്രഹം. അതായത് വിക്രത്തിന് ഒരു ഭയങ്കര നല്ല ഹിറ്റ് കിട്ടണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നു. നമുക്ക് ടീസർ കണ്ടു നോക്കാം. മാലപ്പാറ തമിഴ് മലയാളികൾ മൊത്തം പുള്ളി മറ്റല്ലേ നമ്മുടെ കല്യാണ ദിവസമാണ് വേഷം. ഭാഗം 2 പ്രകാശ്. തേനീശ്വർ DOP. ജാനുവരിയിലാണ് പടം. പൊങ്കലിന് കുറേ പണം ഉണ്ടായിരിക്കും. സംഭവം കൊള്ളാം. ഈ വർഷം GV പ്രകാശിന്റെ വർഷം തോന്നുന്നു. അതെ, ഇപ്പം അടുത്ത വർഷം ആവുമല്ലോ. ഇപ്പോൾ ഈ പടം പുള്ളി ഒരു നല്ല ലൈനപ്പാണ് പുള്ളിക്ക് ഇനി അങ്ങോട്ട്. അല്ല, ഇത് കണ്ടിട്ട് ഒരു യൂഷ്വൽ വിക്രം പടത്തിൻ്റെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു എവിടെയോ കുറേ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈ ഹീറോയിക് എലമെന്റ് എല്ലാം പറയാൻ പറ്റാത്തൊരു വിക്രം എന്നുള്ള സംഭവം. കാരണം വിക്രം വന്നു കഴിയുമ്പോൾ ഉള്ള പ്രശ്നം നായകനും വില്ലനും നായികയും എല്ലാമായിട്ട് പുള്ളിക്ക് അഭിനയിക്കണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഇപ്പം അതിനപ്പുറത്തേക്ക് ഇതൊരു വിക്രം മാത്രമേ കഷ്ടപ്പെടാം, എന്നെ ഉപയോഗിക്കൂ. അതെ, പുള്ളി ആക്ച്വലി വാങ്ങിക്കുന്ന പൈസക്ക് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ എഫേർട്ട് ഇടുന്ന ഒരാളാണ് ഇത്. പക്ഷേ പുള്ളിയെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്ന പോലത്തെ നല്ല രസമുള്ളൊരു സംഭവമാണ്. അതെ, പുള്ളിക്ക് ആക്ച്വലി ഒരുപാട് മേക്ക് ഓവറുകളൊന്നും അത് ഇല്ലാത്ത രീതിയിലാണ് എന്ന് തോന്നുന്നു. മകൾ സെന്റിമെന്റ്സ് പുള്ളിക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ചിത്തക്കകത്തുള്ള പോലെ തന്നെ. അതെ, ഡയറക്ടർക്ക് അത് കുറച്ച്. പക്ഷെ എനിക്കിത് കണ്ടിട്ട് കുറച്ചുകൂടെ വേറൊരു ടോൺ അല്ലേ, അതാ ഞാൻ പറഞ്ഞത്. അതായത് ഒരു പ്രോപ്പർ മാസ് പടമല്ല, ഡാർക്ക് പടമല്ല, അല്ല പക്ക മാസ് പടമല്ല. ഇത് നല്ല പ്രതീക്ഷ. അതെ, കുറച്ച് നിലത്ത് നിന്നുകൊണ്ട് നടക്കുന്ന, അതായത് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു പടം. പറയാൻ പറ്റത്തില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിയുടെ പടത്തിന്റെ ടോൺ അല്ല, അതാ പറഞ്ഞത്. എനിക്ക് ഈ സിനിമയിൽ അത്രയും വലിയ ഹീറോയിസം ഭയങ്കര കുറവായിരിക്കും തോന്നുന്നു. പക്ക റിയലിസം അല്ല, പക്ക കൊമേഴ്ഷ്യൽ അല്ലേ. അതിന്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. ചിത്തെടുത്ത് നോക്കിയാൽ ചിത്തക്കകത്ത് ഒരു സൈഡിൽ ഒരു കൊമേഴ്ഷ്യൽ ടച്ച് ഉണ്ട്. അല്ല, അതാ പറഞ്ഞത്. പക്ഷെ അതിനെ ഒരു ഓവറായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് അതെപ്പോഴും ആ ഗ്രൗണ്ടഡ് ലെവലിൽ തന്നെ നിൽക്കുമല്ലേ സിനിമ. കൊമേഴ്ഷ്യൽ ടച്ച് ആണല്ലോ എൻ്റെ കാസ്റ്റ്. ഇപ്പം സുരാജിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ലുക്ക്, ഭയങ്കര ലുക്ക് ആൻഡ് അപ്പിയറൻസ്. പിന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് മറ്റേ ഇതിലെ നമ്മുടെ ലുക്ക് പോലെ മുറ
മുറയിലൊക്കെ ഒരു അണ്ണൻ ലൈൻ ഉണ്ടല്ലോ, ഇത് കുറച്ചുകൂടെ സൂര്യ അടുപ്പിച്ച് ചെയ്യുന്ന പോലീസ് സാമ്യമുണ്ട്. ഇച്ചിരി കലിപ്പന ഇതിനകത്ത് ചെയ്തല്ലോ നമ്മുടെ തെലുങ്ക് പടം ചെറിയ വ്യത്യാസമുണ്ട് മീശയിലിനകത്ത്. അല്ല അത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരാളെ കാണിച്ചില്ല, നമ്മുടെ സപ്തസാഗര താച്ചയല്ലോയിലെ വില്ലൻ പുള്ളി ഉണ്ടായിരുന്നു. ഏതായാലും സംഭവം കൊള്ളാം. ജനുവരിയിലാണ് പടം. ഇനിയിപ്പം ഇന്ന് സമയമൊന്നുമില്ല, അടുത്ത മാസം. ഇത് വളരെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ തീർച്ചയായും അല്ലല്ല കുറച്ചായി ഷൂട്ടിംഗ് തുടങ്ങിയെന്നും പറഞ്ഞാണ് ഫസ്റ്റ് ടീസർ ഇറക്കിയത്. അതെ അത് ഷൂട്ടിങ് അതെനിക്ക് തോന്നുന്നു പടത്തിലെ വിഷ്വൽ ആയിരിക്കണം. കാര്യം ഇത് ഷൂട്ടിംഗ് നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കൊന്നും ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് വരാനോ എന്തോ പറയുന്നു. പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവനെ അറ്റാക്ക് ചെയ്യാൻ കുറച്ച് പേര് വരുന്നു, കടയിൽ വരുന്നു, അണ്ണൻ കടയിൽ നിന്ന് ഒരു ഗൺ എടുത്തോണ്ട് വരുന്നു. അങ്ങനെയായിരുന്നു അണ്ണൻ. ഇതിനകത്തുണ്ടായിരുന്നു, ഇതിനകത്ത് കടയിൽ കൊച്ചുമായിട്ടായിരിക്കുന്നത്, അവിടെ മറ്റൊരു വരുന്നത് മനസ്സിലായി. അപ്പോഴാണ് കണ്ണെടുത്താണ്. മറ്റേ ഷൂട്ടിനകത്ത് കൊച്ചിനെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കൊള്ളാം, സംഭവം കൊള്ളാം. ചിയാനെ ഒരു വലിയ ഹിറ്റ് കിട്ടട്ടെ എന്നുള്ളതാണ് ചിയാനെ, അതായത് വിക്രത്തിന്റെ ആരാധകരും അല്ലെ വിക്രം എന്ന നടനെ ഇഷ്ടപ്പെടുന്നവരും ആഗ്രഹിക്കുന്നത്. വിക്രത്തിനൊരു നല്ല ഹിറ്റ് ആഗ്രഹിക്കുന്ന മറ്റൊരു നടനാണ്. അതെ, കാരണം തങ്കലാൻ വന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇതൊരു ഭയങ്കര ബെഞ്ച് മാർക്ക്, അതായത് സൂപ്പർ ഹിറ്റ് ആകത്തില്ലെങ്കിലും ക്രിട്ടിക്കലി ഭയങ്കര സക്സസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ക്രിട്ടിക്കലിയും കുറച്ച് മിക്സ്ഡ് ആയിരുന്നു. അതെ. അപ്പോൾ അത്രയും എഫേർട്ട് പുള്ളി അതിനിട്ട എഫേർട്ട് എല്ലാം അതാണ് പുള്ളി അടുത്തിടെ ഇട്ടത്. ഇപ്പം കഴിഞ്ഞ 10 വർഷത്തിലെ പുള്ളിയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. പടം സ്ക്രിപ്റ്റ് വൈസ് കുറച്ച് ഇനിയിപ്പം ട്രെയിലർ ഉണ്ടാവും അല്ലേ? ഉടനെ ട്രെയിലർ ഉണ്ടാവും. ട്രെയിലറും നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. സിനിമ വരട്ടെ, സിനിമയും കാണണം.